മാതൃഭൂമിയും ജന്മഭൂമിയും തമ്മിൽ എന്താണ് വ്യത്യാസം? മിക്കവരുടെയും കാഴ്ചപ്പാടിൽ ജന്മഭൂമി ഒരു മുസ്ലിം വിരുദ്ധ സംഘീപത്രമാണെങ്കിലും തരക്കേടില്ലാത്ത ഒരു മതേതര മുഖം സംഘടിപ്പിച്ചെടുക്കാൻ മാതൃഭൂമിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇതിൻ്റെ നിജസ്ഥിതി വ്യക്തമാകാൻ കുംഭമേള ഫെയിം മോണാലിസയുടെ വിഷയം എങ്ങനെയാണ് മാതൃഭൂമി കൈകാര്യം ചെയ്തത് എന്ന് മാത്രം നോക്കിയാൽ മതിയാവും. മോണാലിസ എങ്ങനെയാണ് പ്രശസ്തയായത് എന്ന് നമുക്കെല്ലാം അറിയാം. കഴിഞ്ഞ വർഷത്തെ കുംഭമേളയിൽ പങ്കെടുത്തപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട തൻ്റെ സൗന്ദര്യത്തിൻ്റെ പേരിലാണ് മോണാലിസ പ്രശസ്തയായത്. മോണാലിസ പ്രശസ്തയാവാനുള്ള മുഖ്യ കാരണം മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കൊടുത്ത പബ്ലിസിറ്റിയാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പിന്നീട് ഒരു വർഷത്തിന് ശേഷം മോണാലിസ മുഖ്യശ്രദ്ധ നേടുന്നത് മുഹമ്മദ് ഫർമാൻ എന്ന മുസ്ലിം നാമധാരിയെ വിവാഹം കഴിക്കുന്നതിലൂടെയാണ്. എന്നാൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ പുതിയ അയിത്തജാതിക്കാരാക്കാനുള്ള സംഘി ക്രിസംഖികളുടെ മുഖ്യ പ്രോജക്റ്റായ ലവ് ജിഹാദ് ലോഡാകാൻ അധികം സമയം വേണ്ടി വന്നില്ല. മുസ്ലിമായ ഫർമാൻ മോണാലിസയെ ലവ് ജിഹാദിൽ പെടുത്തി എന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. ഇതിൽ മാതൃഭൂമിയുടെ നിലപാട് ഇവിടെ ശ്രദ്ധിക്കുക. പിന്നീടുള്ള മാതൃഭൂമിയുടെ റിപ്പോർട്ടുകളിൽ ലവ് ജിഹാദ് ആരോപണത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള 10-20 വയസ്സെങ്കിലും നിസ്സംശയമുള്ള മോണാലിസയുടെ മുഖം ബ്ലർ ചെയ്തും യഥാർത്ഥ പേര് വെളിപ്പെടുത്താതെയും കുംഭമേള വൈറൽ പെൺകുട്ടി എന്ന് മാത്രം പറഞ്ഞുള്ള അഭ്യാസമായിരുന്നു മാതൃഭൂമിയുടേത്. എന്നാൽ ഈ പെൺകുട്ടി എങ്ങനെയാണ് വൈറലായത് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ഒരു വർഷത്തിനു മുമ്പ് ഇതിലും ഇളയ പ്രായത്തിൽ ഇതേ പെൺകുട്ടിയുടെ സൗന്ദര്യം ഹൈ ഡെഫിനിഷനിൽ പകർത്തി അത് വിറ്റ് കാശാക്കാൻ അവളെ വൈറലാക്കിയ അതേ മാതൃഭൂമിയുടെ നിലപാട് മാറ്റമാണ് ലവ് ജിഹാദ് ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. ഇവിടെ ഞെട്ടിക്കുന്ന വസ്തുത നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു മുഖ്യധാരാ പത്രത്തിൻ്റെ സമീപനമാണ് ഇത് എന്നുള്ളതാണ്. ഈ മുത്തശ്ശി പത്രങ്ങളുടെ ഭാഗത്തു നിന്ന് മോണാലിസയുടെ യഥാർത്ഥ വയസ്സിനെപ്പറ്റിയോ അല്ലെങ്കിൽ TCSൽ ഈയിടെ സമാനമായുണ്ടായ ലവ് ജിഹാദ് ആരോപണങ്ങളുടെ നിജസ്ഥിതികളെപ്പറ്റിയോ നമുക്ക് അറിയാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാനാകുമോ? ചൈനയെപ്പോലുള്ള ലോകരാജ്യങ്ങൾ സമസ്ത മേഖലകളിലും കുതിച്ച് മുന്നേറുമ്പോൾ സമാനമായ വിഭവശേഷിയുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങൾ നിർഭാഗ്യവശാൽ കൊട്ടുകൂടായ്മയും അയിത്തവും തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഇത്തരം പ്രോജക്റ്റുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നത് നിർഭാഗ്യമാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ മതേതരത്വത്തിൻ്റെയും മാന്യതയുടെയും മുഖംമൂടി അണിഞ്ഞ നമ്മുടെ മുത്തശ്ശി പത്രങ്ങളും.